ബദാം ബദം അമ്മത്തോടത്. ഏവർക്കും സ്വാഗതം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ധൻബാദ് എക്സ്പ്രസ്സിൽ പാലക്കാട് വരെയുള്ള ഒരു ട്രെയിൻ വ്ലോഗ് ചെയ്യുകയാണ്. ഹരിപ്പാട് നിന്ന് ആലപ്പുഴ വരെ ഷട്ടിലിൽ വന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ 6:10 അങ്ങോട്ടാണ് ഈ വണ്ടി വിടുന്നത്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ട് കൺവെർട്ട് ചെയ്യണം ടിക്കറ്റ്. കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമസ്കാരം. ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് വരെ ധൻബാദ് എക്സ്പ്രസ് രാവിലെ 6:15 ഇവിടുന്ന് പോകുന്നത്. അതിൻ്റെ ഒരു വ്ലോഗ് തുടങ്ങുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കമ്പാർട്ട്മെൻ്റ് എല്ലാം കാലിയാണ്. ഇനിയും എറണാകുളമൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ വരും. ഈ കമ്പാർട്ട്മെൻ്റ് എല്ലാം വളരെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. എവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം കാലിയാണ്. ഇനിയിപ്പം എറണാകുളമൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ആൾക്കാരൊക്കെ വരാൻ സാധ്യതയുള്ളൂ. 6:15 വിടുന്നു. കറക്റ്റ് ഷാർപ്പ് 6 മണിക്ക് വണ്ടി വിട്ടേക്കുകയാണ്. ഇതിൽ നിരവധി യാത്രക്കാരാണ്, ജോലിക്കാർ പോകുന്നൊരു വണ്ടിയാണ്. എറണാകുളം, തൃശ്ശൂരൊക്കെ ആലപ്പുഴ നിന്നും അപ്പോൾ അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ട ബാത്റൂമൊക്കെ ഭയങ്കര മോശമാണ്. ഇതിൻ്റെ ഒരു സ്ഥിതി. ട്രെയിനിൽ നമുക്ക് നല്ല കുറെ സുഹൃത്തുക്കൾ, നല്ലൊരു മോടെ പേരെന്തുവാ? വൈഗ. എവിടെ വീട്? ആലപ്പുഴ. എവിടെ പോവാ? എന്തിനു പോവാ? ചുമ്മാ പോവാണോ? ഫംഗ്ഷന് പോവാ. പാട്ട് പാടുവോ? പാട്ട് പാടിക്ക്. നമുക്കൊന്ന്. പേരെങ്ങനെ? ഫർഹാനെ. എത്ര പഠിക്കും? ഫർഹാന്റെ ഒരു പാട്ടോടെ നമുക്ക് തീർക്കാം. എന്താ പറയുക? കൈ അടിക്കണേ കേട്ടോ. എന്താറിയപ്പും മെണ്ണത്തരുവാടി ചിന്നാറിയപ്പും മെന്നസരുവാടി ഈ തുമ്മരടി തുമ്മരടി ആയുസ് 100 എന്നു ഒന്നോത് പൊത്തി വെച്ചിട്ടാൽ പേര് ഉന്നോട് ഓമ്പൊമ്മ കണ്ണോട് പേസാമൽ വിണ്ണോട് ഞാൻ ഇറந்து പോതും കാതോല തുറഹത്രവാദ കതി ചോദിക്കിത് ചോദ്യമേ സൊമൻ സൊമൻ ഹത് ബദാം ബദം കജാപദം കജാപദം എന്നെ ബദാം ബദം അമ്മത്തോടത്. ചിരിക്കുന്നുണ്ടോ ചേട്ടൻ? തെറ്റിച്ചേരി ചിരിക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും കഴിച്ചോ? എന്താ കഴിച്ചേ? ഓർക്കണോ? സ്നാക്സ് ഒക്കെ കഴിച്ചല്ലേ? പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാപ്പിയൊക്കെ കുടിക്കണല്ലേ? ഓക്കെ. ഹാഫീസിന്റെ ഒരു പാട്ടോടെ നമുക്ക് കേൾക്കാം അല്ലേ? അല്ലേ മോളെ? ഹാഫീസിന്റെ പാട്ട് കേൾക്കാം. ഹാഫീസ് പാടിക്കും. ട്രെയിനില് ഒരു അതിഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴ കയറിയ ഒരു ഫാമിലിയാണ്. ഇവനാണ് പാട്ട് പാടി. അപ്പൊ എങ്ങനെ പേരെന്താ? പറയാൻ പേരെങ്ങനെ? റോഷ്നി. മോടെ പേര് പറഞ്ഞു. വൈഗ അല്ലേ? നിങ്ങൾ എവിടെ പോവാ? എറണാകുളം. ഇത് സ്ഥിരം പോകുന്നതാണോ? അങ്ങനെ കുടുംബസംഘം തകർക്കാൻ പോവാ അല്ലേ? പാട്ടൊക്കെ പാടുന്നില്ലേ? മുമ്പേ പാടിയില്ലേ? എല്ലാരും ചുമ്മാ ഒരു ഫാമിലി.
സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം കണ്ടില്ലേ, അടിപൊളി ടീമിനെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് പോകുന്ന ഒരു ഫാമിലിയാണ്. അവർ ഫംഗ്ഷന് പോവാണ്. ഇവരൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. എല്ലാവരും ഈ വ്ലോഗ് കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ, വീണ്ടും കാണാം. നമുക്ക് അടുത്ത സ്റ്റേഷനിലോട്ട് പോവാം. വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഒരു ട്രെയിനിലെ ആൾക്കാരൊക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന കാഴ്ചകളാണ്. ക്രോസിങ്ങൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറായിരിക്കുകയാണ്. നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പുറത്തെ സൈഡൊക്കെ വർക്കൊക്കെ നടക്കുന്നു. ഞായറാഴ്ചയാണ്, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് പേര് കണ്ട് ട്രെയിനിൽ കയറാനൊക്കെ ഓടുന്നു. നല്ല കാഴ്ചകളാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല, വെട്ടമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. വന്നാൽ ഏറ്റവും രസകരമായ, മനസ്സിനിഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, കൊച്ചിയുടെ കായലിൻ്റെ ഒരു സൗന്ദര്യമാണ്. കിഴക്ക് നിന്ന് ആ ഉദയസൂര്യനൊക്കെ അടിച്ച് വെള്ളത്തിലോട്ട് അടിച്ചിട്ട് ആ ഒരു റിഫ്ലക്ഷനും, അങ്ങേ സൈഡ് ഹൈവേ, നാഷണൽ ഹൈവേ പാലം കാണാം. അങ്ങനെ രസകരമായ, എനിക്ക് ഏറ്റവും കൊച്ചിയിൽ വരുന്നവർക്ക്, എനിക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. എറണാകുളം സൗത്തിലേക്ക് വരുമ്പം ആദ്യം കാണുന്ന കാഴ്ചയാണ് മെട്രോ പോവുകയാണ്. തൃപ്പൂണിത്തറ ലൈൻ എറണാകുളം സൗത്തിലേക്ക് രാവിലെ 7:25 ആയി. ലേറ്റൊന്നുമല്ല, റൈറ്റ് ടൈമിലാണ് വണ്ടി പോകുന്നത്. അങ്ങനെ സൗത്തിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല, എന്നാൽ അത്യാവശ്യം ആൾക്കാരുണ്ട് താൻ. എറണാകുളത്ത് സ്റ്റേഷൻ്റെ വിപുലീകരണം പണികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ എക്സിറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഒരു വർഷമെങ്കിലും എടുക്കും പണികളൊക്കെ തീരാൻ. ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബാക്കിലൊന്നും വലിയ ആളില്ല. ആലുവ അടുക്കുമ്പോൾ നമുക്ക് മെട്രോയും ഹൈവേയും എല്ലാം കാണാൻ പറ്റുന്ന നല്ലൊരു സീനുണ്ട് അവിടെ. ആലുവയിലെത്തിയിരിക്കുകയാണ്. ആലുവ സ്റ്റേഷനാണ്. ആലുവ സ്റ്റേഷൻ കഴിയുമ്പോൾ പെരിയാറിൻ്റെ തീരത്തൂടെ ഒരു യാത്ര. നല്ല ആലുവാപ്പുഴ ഒഴുകുന്ന ആലുവ ശിവക്ഷേത്രം ഇവിടെ അടുത്താണ്. ഇതാണ് രണ്ടുപേര് റോഡിൽ കിടന്ന് നീന്തുന്നുണ്ട്. നീന്തുന്നൊരു കാഴ്ച കാണാം. വൈഡാണ്, നീന്തുന്ന കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. വാഴയിലയിൽ പൊതിഞ്ഞ് എന്താന്ന് നോക്കട്ടെ. ദോശയാണ് ഉള്ളത്. ദോശ വാഴയിലയിൽ, ചമ്മന്തിയുണ്ട്. ദോശയും ചമ്മന്തിയുമാണ്. 1, 2, 3 ദോശയുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.
ബംഗാളികളാണ് കൂടുതലും ഈ ട്രെയിൻ യൂസ് ചെയ്യുന്നത്. അവർ നാട്ടിലേക്ക് പോകാൻ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഒൻപത് മണി 1 മിനിറ്റിന് ഇവിടെ എത്തി. നല്ല ഫാസ്റ്റാണ് ട്രെയിൻ. ഇത് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി സ്റ്റേഷനിലെത്തിയേക്കുകയാണ്. ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണിത്. തൃശ്ശൂർ ജില്ലയിലെ നെൽപ്പാടങ്ങളാണ്. ഈ പിന്നെ കച്ചിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ കാഴ്ചയാണ്. വള്ളത്തോൾ നഗർ ചെറിയ സ്റ്റേഷനാണ്. ഷൊർണൂർ വരുമ്പോൾ നമുക്ക് നല്ലൊരു ദൃശ്യാനുഭവമാണ്. ഇത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് നമ്മൾ. കാരണം അടിവശമൊക്കെ കാണാം, വെള്ളമില്ല ഈ പല ഏരിയയിലും. പഴയ പാലം, ഒടിഞ്ഞ് കിടക്കുന്ന പാലം അവിടെ കാണാം. വളരെ സ്ലോയിൽ ഷൊർണൂരിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഇതാണ് ഭാരതപ്പുഴ. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്, നനയ്ക്കുന്നുണ്ട്. ഒക്കെ കണ്ടു തുടങ്ങി. നല്ല മനോഹരമായ പാടം, ഒരു മലനിര ഒക്കെ, ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് ഈ സ്ഥലങ്ങളൊക്കെ. പാലക്കാട്ടേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ കാണാം. പാടത്തൊക്കെ കച്ചി ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുകയാണ്. കൊണ്ടുപോകുന്ന സൗകര്യത്തിനാന്ന് തോന്നുന്നു. വളരെ സൗന്ദര്യം തോന്നുന്ന രീതിയിൽ ആ റോളിങ് മിഷനിലൊക്കെ റോൾ ചെയ്ത് വെച്ചേക്കുന്ന മാതിരിയുണ്ട്. മിഷൻ ആണോന്നറിയില്ല. ഇപ്പോൾ സമയം 9:50. ഷൊർണൂരിന് മുന്നുള്ള മാന്നന്നൂർ സ്റ്റേഷൻ. ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ സ്റ്റേഷൻ. മാന്നൂർ സ്റ്റേഷനിലെത്തിയേക്കുവാണ്. അടുത്ത് ഷൊർണൂരാണ്. 10 മണിക്ക് ഷൊർണൂർ എടുത്തത്. നല്ല വയലും നല്ല ഒരു സീനറിയാണ് ഇവിടെയൊക്കെ. ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ എനിക്ക് തോന്നുന്നത് ഷൊർണൂർ ജംഗ്ഷനിൽ പോകാറുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത സ്റ്റേഷൻ ഷൊർണൂർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഷൊർണൂർ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റൂട്ട് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഷൊർണൂർ പോകുമായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. പോയിട്ടുണ്ട് ഞാനതിൽ. ഒറ്റപ്പാലം ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. സ്ഥിരമായി കമ്പ്യൂട്ടറൊക്കെ സർവീസിന് ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നതാണ് ഈ സ്ഥലത്ത്. ഇവിടെ സ്റ്റോപ്പുണ്ട്. നാട്ടിൽ പോകുമ്പോൾ എത്ര സാധനം ചാക്കും ഒന്നും പറയണ്ട. ഏറ്റവും പോലെ സാധനമായിട്ട് പെയിൻറ്റ് ബക്കറ്റ് വരെ തിരിച്ചു കൊണ്ടുപോകും ബംഗാളിലോട്ട്. ഇവിടെ അടുത്താണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ചിനക്കത്തൂർ പൂരം. ഒറ്റപ്പാലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററേ ഉള്ളൂ ചിനക്കത്തൂര്. പ്രശസ്തമായ ഒരു പൂരമായിരുന്നു. പക്ഷേ നമുക്കതിന് പോകാനും സാധിക്കാതെ പറ്റി. അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയാണ്. ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, ഇത് S3-യിലാണ് ഞാനിപ്പോൾ. ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് 2 കമ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ്. അതിൽ എന്താണ് സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറയുന്ന രീതിയിൽ ആളുകൾ നിരന്നിരിക്കുകയാണ്. ബംഗാളിലേക്ക് പോകുന്നവർ കംപ്ലീറ്റ് ലഗേജ് ചാക്കുകളും ഒക്കെ ആയിട്ട് വലിയൊരു ദുസ്സഹനീയമായ അവസ്ഥയാണ് ഈ ട്രെയിൻ യാത്ര. റിസർവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ. ലക്കിടി സ്റ്റേഷനാണിത്. ചെറിയൊരു സ്റ്റേഷനാണ്. പാലക്കാട് സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ പ്രവേശിക്കുകയാണ്. അതിന് മുമ്പുള്ള യാർഡുകളൊക്കെയാണിത്. എഞ്ചിൻ മാത്രം കൊണ്ട് ഉണ്ട്, ബോഗിയുണ്ട്. പാലക്കാട് ജംഗ്ഷനാണ്, വലിയ സ്റ്റേഷനാണ്.
പാലക്കാട് ജംഗ്ഷനിലെ തിരക്കാണ്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട്, എങ്കിൽ പോലും ഭയങ്കരമായ ക്രൗഡാണ് ഇവിടെ ഉള്ളത്. ഇന്ന് നല്ല ഞായറാഴ്ച ആളില്ലെന്നും പറഞ്ഞ് കയറിയതാണ്, പക്ഷേ ഭയങ്കരമായ തിരക്കുള്ള ഒരു സ്റ്റേഷനാണ് പാലക്കാട്. ഷൊർണൂർ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വട ചായ ആ ഒരു ഇവരുടെ ഒരു ബഹളം അത് കേൾക്കാനൊക്കെ ഒരു രസമാണ് കാണാനും. റെയിൽവേയുടെ ഒരു അറിയിപ്പാണ് UTS ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ക്യൂ ഒഴിവാക്കുക, ട്രെയിൻ ടിക്കറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ബുക്ക് ചെയ്യാം. അതിൻ്റെ പുതിയൊരു IRCTCയുടെ തന്നെ ആയിരിക്കാം UTS എന്നുള്ള ഒരു ആപ്പാണ്. ഇതെല്ലാവരും പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും, നല്ലൊരു പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ആലപ്പുഴ നിന്നും പാലക്കാട് വരെയുള്ള ധൻബാദിലുള്ള ഒരു യാത്രയാണ്. ഇവിടെ പാലക്കാട് വരെ ഷാർപ്പ് 10:45 തന്നെ എത്തി ഇവിടെ. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വ്ലോഗ് കാണും വരെ നന്ദി, നമസ്കാരം.